കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിലുണ്ട്, ജനറൽ സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറി. ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. ആ ദൃശ്യങ്ങൾ ഉടൻ നൽകാനാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷാജഹാൻ അവിടെ നിന്ന് ചേരുന്നു. ഷാജഹാൻ, എന്താണ് അദ്ദേഹം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ഈ ചോദ്യം? തീർച്ചയായിട്ടും ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പൊ നമുക്കറിയാം ശശി തരൂർ വിഷയം വളരെയധികം വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് മറുപടി പറയാൻ ബാധ്യതയുള്ള ഒരു നേതാവ് കൂടിയാണ് AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ.സി. വേണുഗോപാൽ. അദ്ദേഹം കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ രാത്രിയോട് കൂടിയാണ് എത്തിയത്. കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ, സംഘടനയിലെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടും അത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ ബാധ്യതയുള്ള കെ.സി. വേണുഗോപാലിനോട് മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് അദ്ദേഹം വളരെ ക്ഷുഭിതനായിക്കൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എനിക്കൊന്നും ഷാജഹാൻ, ഒരു നിമിഷം. അദ്ദേഹം താങ്കൾ ഈ പറഞ്ഞതുപോലെ, ഷാജഹാൻ പറഞ്ഞതുപോലെ ക്ഷുഭിതനായോ ഇല്ലയോ എന്നൊന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഷാജഹാൻ പറഞ്ഞതുപോലെയാണ് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി. ഷാജഹാൻ, ഒരു വരിയിൽ പോലും എന്തെങ്കിലും പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ ഒന്ന് നിന്നുപോയാൽ ചോദ്യങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങളുടെ മൈക്കുകളൊക്കെ അദ്ദേഹം തന്നെ വകഞ്ഞു മാറ്റി നടന്നു പോവുകയാണ് ഉണ്ടായത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് അതാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വല്ലാതെ അലട്ടുന്ന നിലയിൽ തരൂർ അദ്ദേഹം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയുന്നു എന്ന പ്രശ്നം, എന്ന രാഷ്ട്രീയ പ്രശ്നം കോൺഗ്രസ് നേതൃത്വത്തെ എത്രമാത്രം അലട്ടുന്നുണ്ട് എന്നത് പ്രകടിപ്പിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണ രീതി എന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റുന്നത് കൂടിയാണ് ഷാജഹാൻ പറഞ്ഞതുപോലെ. തീർച്ചയായിട്ടും ശരത്തെ, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. മാധ്യമങ്ങൾക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ശ്രമം, ജനങ്ങളുടെ പ്രശ്നങ്ങളിലാണ് ഇടപെടേണ്ടത്, അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്നൊരു രീതിയിൽ വളരെ ക്ഷുഭിതനായിട്ടാണ് കെ.സി. വേണുഗോപാൽ സംസാരിച്ചത്. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ വിഷയങ്ങളൊക്കെ തന്നെ വളരെ ചർച്ചാ വിഷയമായി നിൽക്കുന്ന സാഹചര്യത്തിൽ. ശരി ഷാജഹാൻ, അദ്ദേഹത്തിന്റെ കൂടി സഹപ്രവർത്തകനായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും അദ്ദേഹത്തോടൊപ്പം ലോക്സഭയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ലോക്സഭയിലെ സഹപ്രവർത്തകനുമായിട്ടുള്ള തിരുവനന്തപുരം MP ശശി തരൂരാണ് ഇതൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേ മാധ്യമങ്ങളാണ് അത് വാർത്തയാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം സ്വാഭാവികമായി കെ.സി. വേണുഗോപാലിനോടാണ് ചോദിക്കുക. അത്ര ഉന്നതമായൊരു നേതൃനിലയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് സംഘടനാപരമായി നിൽക്കുന്നയാളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തേടി മാധ്യമങ്ങൾ എത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അത് ഒട്ടും ഇന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ടതായി വരും. അതുകൊണ്ടാണ് അദ്ദേഹം അതോട് പ്രതികരിക്കാതെ പോയത്. വളരെ സ്വാഭാവികവുമാണ്. ഏതായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഇപ്പോൾ ശശി തരൂരിൻ്റെ ഈ വിമർശനങ്ങളിൽ അസ്വസ്ഥമാണ് എന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.